ഹലോ, ഞാനിപ്പം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോവാണ്. ഞാൻ ഇത്തവണ തിരുവല്ലയിലാണ് ഇറങ്ങിയത്. കാരണം അമ്മ തകഴിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ രാവിലെ 5:30 തന്നെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അച്ഛനും ട്രെയിനിൻ്റെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിട്ടിരിക്കുന്നിടത്തേക്ക് പോയി. അങ്ങനെ തകഴിയിലേക്ക് എത്തി. രാവിലെ ചെന്നതും കുറേ നേരം കിടന്നുറങ്ങി. അമ്മ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങുകയാണ്. ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴി 2-3 അമ്പലത്തിൽ കയറാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ഫസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മണ്ണാറശാല അമ്പലത്തിലേക്കാണ്. സോ അഞ്ജന ചേച്ചിയോട് യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അഞ്ജന ചേച്ചി ഡോറ് തുറന്നതും വ്ളോഗ് എടുക്കുന്ന കണ്ടപ്പോഴേ അകത്തേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഒട്ടും വൈകാണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. മണ്ണാറശാല ആയില്ലാണ് 2 ദിവസത്തിനുള്ളിൽ. സോ അതിന് മുമ്പായിട്ട് പോയി പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ആയില്ല ആയതുകൊണ്ട് അമ്പലത്തിൽ ഒരുക്കങ്ങളൊക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്ന ആ ടൈം മുതലേ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം അമ്മയുടെ തകഴിയിൽ ചെല്ലുന്ന സമയമാണ് ഇവിടെ വരാറ്. മണ്ണാറശാല എന്ന് പറയുമ്പോൾ തന്നെ മൊത്തം കാവും ഒക്കെയാണല്ലോ, എല്ലാവർക്കും പറയാണ്ട് തന്നെ അറിയാം. സോ അമ്പലത്തിൽ കയറിയാൽ തന്നെ നല്ല പീസ്ഫുള്ളാണ്. തൊഴുതിറങ്ങുമ്പോഴേക്കും ഒരു പോസിറ്റിവിറ്റിയും കിട്ടും. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അമ്മ ഇവിടെ നേർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തുലാഭാരം. അപ്പോൾ കുഞ്ഞിലേ ഞാൻ ഈ അമ്പലത്തിൽ വന്ന് തുലാഭാരം നിറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. മണ്ണാറശാലയിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ഹരിപ്പാട് അമ്പലത്തിലും കയറാറുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. അമ്മയ്ക്ക് പട്ടൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പട്ടും വാങ്ങി ഒരു ഹാരവും എല്ലാം വാങ്ങിച്ചിട്ട് ദേവിക്ക് നേർച്ചയായിട്ട് സമർപ്പിച്ചു. എല്ലാ അമ്പലങ്ങളിലും നല്ല ഭംഗിയായിട്ട് തൊഴാനും സാധിച്ചു. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ ടൈമിൽ. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പലമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. അങ്ങനെ അവിടെ നിന്നും തൊഴുതിറങ്ങി നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഈ ഒരു ഡേ ഒരുപാട് പോസിറ്റിവിറ്റിയും അതേപോലെ തന്നെ സമാധാനവും കിട്ടിയൊരു ദിവസമാണ്. കാരണം നമുക്ക് ഇത്രയും അമ്പലത്തിലൊക്കെ പോയി തൊഴാനൊക്കെ ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസിൽ കയറിയിരുന്നു. അവിടെ നിന്ന് ദോശയൊക്കെ കഴിച്ചു. ഞങ്ങൾ നോർമലി രാത്രിയിലാണ് തകഴിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കാറ്. കാരണം ആ ടൈം ആകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ നാലാഞ്ചിറയിൽ ഈ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ എന്നും ആളിങ്ങനെ നിറഞ്ഞു നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബൈ.